ബിഗ് ഓഫർ ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. ഇന്ന് നവമാധ്യമങ്ങളിലൂടെ ഒരു ദൃശ്യം വൈറലാക്കപ്പെട്ടു. ആ ദൃശ്യം എന്ന് പറയുന്നത് രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു തർക്കമാണ്. പിന്നീട് അത് സംഘർഷത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ദൃശ്യം സമ്മാനിച്ചത്. അതീവ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ആ ദൃശ്യം സമ്മാനിച്ചിട്ടുള്ളത്. ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ക്രൂരമായി തല്ലിച്ചതക്കുന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം എന്ന് വേണം ആ ദൃശ്യത്തിനെ പറയാൻ വേണ്ടിയിട്ട്. അതായത് അതിക്രൂരമായ രീതിയിലാണ് ഒരു കുട്ടിയെ മർദ്ദിക്കുന്നുള്ളത്. കൈയൊടിക്കുന്നു, വയറിലേക്ക് അതീവ ഗുരുതരമാകുന്ന രീതിയിൽ അടിക്കുന്നു, അതുപോലെ തന്നെ നെഞ്ചിലേക്ക് അടിക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യത്തിലുള്ളത്. അത് മാത്രമല്ല, കൈ പിറകിലോട്ടേക്ക് വെച്ച് കൈ ഒടിക്കുന്നത് വരെ ആ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ദൃശ്യം പകർത്തിയത് ചുറ്റും കൂടി നിന്ന കുട്ടികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രായപൂർത്തി പോലും ആവാത്ത കുട്ടികളാണ് ആ ദൃശ്യം പകർത്തിയത് എന്നുള്ളതാണ് ആ വീഡിയോ ആ ദൃശ്യത്തിൽ നിന്നും വ്യക്തമാകുന്നുള്ളത്. അതായത് ഇവനെ ആക്രമിക്കുന്ന കുട്ടി മറ്റൊരു കുട്ടിയെ തല്ലാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവൻ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഒരു തോട്ടിലാണ് ഈ പ്രശ്നം നടക്കുന്നുള്ളത്. ഇവൻ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇരയാക്കപ്പെട്ട കുട്ടി കുറച്ച് വെള്ളമൊഴിച്ചതിൻ്റെ പേരിലാണ്, ഇവൻ്റെ ദേഹത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ചതിൻ്റെ പേരിലാണ് ഈ സംഘർഷം നടക്കുന്നുള്ളത്. അതായത് അവൻ പറയുന്നു ഞാനത് ഒഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും ഇവൻ പറഞ്ഞു ഞാനത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നെ അടിക്കുന്നത് എന്ന് പറയുന്നു. നീ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അക്രമത്തിൽ നിന്നും പിന്മാറാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചുറ്റും കൂടിയവർ പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ അടി വാങ്ങിച്ചു കൂട്ടല്ലേ, അവനോടൊന്ന് സമ്മതിച്ചേക്കെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട് ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം ഞാനത് ഏൽക്കുകയില്ല. എന്നെ എത്ര അടിച്ചു കഴിഞ്ഞാലും, എന്നെ എത്ര മർദ്ദിച്ചു കഴിഞ്ഞാൽ പോലും ഞാനത് ഒരു കാരണവശാലും ഞാനത് ഏൽക്കാൻ തയ്യാറല്ല. ഞാൻ നിന്റെ ദേഹത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല എന്ന വാദമാണ് ഇരയാക്കപ്പെട്ട കുട്ടിക്കുള്ളത്. മറിച്ച് മറ്റേ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിക്രൂരമായ രീതിയിൽ വീണ്ടും വീണ്ടും അക്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ട ഒരു കുട്ടി തടയാൻ വേണ്ടി തോട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. പക്ഷെ ആ കുട്ടിയെ പോലും മർദ്ദിക്കുന്നു ഈ ആക്രമിക്കുന്ന കുട്ടി. എന്നിട്ട് വീണ്ടും അവനെ ആക്രമിക്കുന്ന ഒരു വേദനാജനകമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ് അത്. യൂട്യൂബിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പങ്കുവെക്കരുത്, അതായത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പങ്കുവെക്കരുത് എന്നുള്ള ഒരു കണ്ടീഷൻ യൂട്യൂബ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദൃശ്യം യൂട്യൂബിൽ പങ്കുവെക്കാത്തത്. അത് മാത്രമല്ല, കാണാൻ വേണ്ടി അത്തരമൊരു ദൃശ്യം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ അത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആ ദൃശ്യം കാണാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മളിലെ ചില ചെയ്തികൾ അവർക്ക് പ്രേരണയുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യം വിളിച്ചോതുന്നതും. അതായത് നമ്മുടെ വീടുകളിൽ എത്രത്തോളമാണ് നമ്മുടെ സമീപനം, നമ്മുടെ വീടുമായിട്ടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ പെങ്ങന്മാരുമായി, നമ്മുടെ സഹോദരന്മാരുമായിട്ടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും, അത് തന്നെയായിരിക്കാം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുക. അവരാണ് ഈ കാഴ്ചകൾ കാണുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മാതാപിതാക്കളുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു, സഹോദരങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു, സഹോദരിമാരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു. ഈ കാഴ്ച നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവരും ഇത് ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് പണ്ട് മുതലേ ഉള്ള ആളുകൾ പറയുന്നത്, കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്തിനും നമ്മൾ മുതിരരുത്, ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലും അവർക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവരുത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ അതിലോട്ട് നയിക്കുന്ന, അതായത് ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന ഒരു തരത്തിലുള്ള ദൃശ്യങ്ങളോ അതല്ലെങ്കിൽ TV ഷോകളോ ഒന്നും അവരെ മുന്നിലേക്ക് വെച്ചു കൊടുക്കരുത്. അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക. കാരണം അവര് പക്വതയില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്തതിൻ്റെ പേരിൽ ചില പോരായ്മകൾ അവരിൽ ഉണ്ടാകാം. അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. പക്ഷേ അത്തരം ചെയ്തികൾ അവരുടെ ഈ ചെറിയ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് പിന്നീടുള്ള ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്നുള്ളതും നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് രണ്ട് കുട്ടികൾ പരസ്പരമുള്ള ഒരു തർക്കത്തിൻ്റെ പേരിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ കൊലപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ പേരിൽ വലിയ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടന്നിരുന്നു. ഇത് പൊതുജനങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുട്ടികളുടെ മുന്നിൽ നിന്ന് ഒരു കാര്യവും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഉണ്ടാക്കാതിരിക്കുക. അതൊക്കെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യാൻ പ്രേരണയാകുന്നത്. ഇതൊരു ഉപദേശമല്ല, ഇതൊരു അഭ്യർത്ഥനയായി നമ്മുടെ സഹോദരങ്ങളും മാതാപിതാക്കളും എല്ലാവരും കാണണം. ഇത് ഞാൻ അടക്കമുള്ളവരോട് പറയുകയാണ്, ഒരു ഉപദേശമായി കാണേണ്ട ഒരു അഭ്യർത്ഥനയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.